ഹായ് ഓൾ. നാളത്തെ നിഫ്റ്റിയുടെ ലെവൽസും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. അപ്പം നമുക്ക് നാളത്തേക്കുള്ള ഒരു അപ്സൈഡ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 23,800 മുതൽ 23,830 ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 23,830യുടെ മുകളിൽ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 23,830യുടെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂലം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 23,970 ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ലെവൽ വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 23,970 മുതൽ 24,000 വരെയുള്ള ഏരിയ ഒരു റെസിസ്റ്റൻസ് ആണ്, ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ കാണുവാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതുപോലെ മാർക്കറ്റ് ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മുകളിലോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് 23,130 ലെവല്, ഒരു 130 പോയിന്റ് നമുക്ക് മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 24,000 എബോവ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ നാളത്തെ മാർക്കറ്റിലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അതായത് 23,800 ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഒരു റിജക്ഷൻ കാണുവാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. 23,584 എന്നൊരു ഏരിയ ആണ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഏരിയ. ഈ ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 23,584 ടു 23,560 ആ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അഗെയിൻ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,460 ആ ഒരു ഏരിയ ആണ്. 23,460 ടു 23,440 ആ ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ലെവൽസും നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഫ്യൂച്ചർ ചാർട്ടിലുള്ള വാല്യൂ ഏരിയ, അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലുള്ള വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നതാണ് 23,800 ആണ്. അതായത് ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,548 ആണ്. ഓക്കെ. അപ്പൊ ഒരു അപ്സൈഡ്, അതായത് മാർക്കറ്റ് നാളെ ഒരു അപ്സൈഡ് മൊമെന്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനിയിപ്പോ മാർക്കറ്റ് ഈ ഒരു വാല്യൂരിന്റെ ഹൈയുടെയും അതുപോലെ തന്നെ വാല്യൂ ലോയിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് വൈസും അല്ലെങ്കിൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടൊക്കെ ഉള്ളൊരു സാധ്യത മാർക്കറ്റിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാല്യൂരിന്റെ ലോയിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് ഒക്കെ നിങ്ങൾ നോക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് തന്ന മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്നൊരു നല്ല രീതിയിൽ എന്താണ് ഒരു ബൈ ബയേഴ്സ് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് 23,647 മുതൽ 23,620 വരെയുള്ള ആ ഒരു ഏരിയ എന്താണ് ഒരു ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഈ ഒരു ലെവലിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈ വോളിയം എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ മാർക്കറ്റ് താഴേക്ക് വന്നാലും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് നമ്മൾ ഈ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളോടൊപ്പം എല്ലാ ദിവസവും സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.